രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു കരുത്തുറ്റ പോരാളിയായി മമതാ ബാനർജി മാറാറുണ്ട്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അത് കൂടുതൽ പ്രകടമാക്കുകയാണ് മമതാ ബാനർജി. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസിൽ റെയ്ഡ് നടന്നപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്ഥലത്തെത്തി നടത്തിയ നാടകീയമായ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. നേരം വൈകുന്നേരത്തിൽ നമ്മൾ അത് പരിശോധിച്ചതാണ്. ഇപ്പോൾ ബംഗാളിലെ SIR-നെതിരായ ഹർജിയിൽ അഭിഭാഷകയുടെ കുപ്പായമണിഞ്ഞ് സുപ്രീം കോടതിയിൽ നേരിട്ടെത്തിയിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. വലിയ അസാധാരണമായ ഒരു നീക്കമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എന്ത് നടന്നു എന്നത് നോക്കാം. സുപ്രീം കോടതിയിലെ മുൻനിര അഭിഭാഷകർക്കൊപ്പമാണ് ഇന്ന് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നിന്നത്. കൈകൂപ്പിക്കൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് സുപ്രീം കോടതിയോട് മമതാ ബാനർജി അഭ്യർത്ഥിച്ചു. അതുമാത്രമല്ല, അത് ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള മമതാ ബാനർജിയുടെ വാദമുഖങ്ങൾ കോടതിക്ക് മുന്നാകെ ഉയർത്തി. 10 മിനിറ്റ് സമയം തനിക്ക് വാദിക്കാൻ വേണം എന്നതാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മമതയുടെ ആ ആവശ്യം അംഗീകരിച്ചു. പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത് എന്നതാണ് മമതാ ബാനർജി പറഞ്ഞത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ശക്തമായ വാദമുഖങ്ങളാണ് പിന്നീട് മമതാ ബാനർജിയിൽ നിന്നും ഉണ്ടായത്. വലിയ തോതിൽ വോട്ടർമാരെ ഒഴിവാക്കാനുള്ള നടപടികളാണ് SIR-ലെ നടക്കുന്നതെന്ന് മമതാ ബാനർജി പറയുന്നു. ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം അനിവാര്യമാണ് എന്നതാണ് അവർ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. ടാഗോറിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മമത കോടതിയിൽ ഇങ്ങനെ കത്തിക്കയറിയത്. വോട്ടർമാരുടെ പ്രയാസങ്ങൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു മമതാ ബാനർജിയുടെ വാദങ്ങൾ. 100-ലധികം പേർ SIR-നെ തുടർന്ന് ബംഗാളിൽ മരിച്ചു എന്ന സാഹചര്യം മമത കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 23 വർഷം കാത്തിരുന്ന ശേഷം 3 മാസം കൊണ്ട് എന്തിനാണ് SIR നടത്താൻ കമ്മീഷൻ ശ്രമിക്കുന്നത്? എന്താണ് ഈ ധൃതിയുടെ പിന്നിലുള്ള കാരണം എന്നത് മമതാ ബാനർജി ചോദിക്കുന്നു. ഉത്സവ സീസൺ ആണ് എന്ന കാര്യം മമതാ ബാനർജി ചൂണ്ടിക്കാട്ടി. കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടാൻ പല ഉദാഹരണങ്ങളും അവർ കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചു. വിവാഹശേഷം ഭർത്തൃ വീട്ടിലേക്ക് പോകുന്നവർ ഭർത്താവിന്റെ പേര് സർനെയിമായി ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരെ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതടക്കം കാര്യങ്ങളാണ് ബംഗാളിൽ നടക്കുന്നത്. അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മമതാ ബാനർജി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പലവട്ടം കോടതി ഇടപെട്ടെങ്കിലും SIR-നെതിരായ വിമർശനങ്ങളും ആശങ്കകളും പങ്കിട്ടുകൊണ്ട് മമതാ ബാനർജിയുടെ വാദം പൂർത്തിയാക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർപ്പുന്നയിച്ചെങ്കിലും മമത വാദം തുടർന്നു. ബംഗാളിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ ഈ കാര്യങ്ങൾ ഫലപ്രദമായി ഉന്നയിക്കുന്നുണ്ടെന്ന് അറിയിച്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇടപെട്ടു. എങ്കിലും അവസാനം വരെയും മമത വാദം തുടർന്നുകൊണ്ടേയിരുന്നു. ദയവായി ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുമെന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ഒടുവിൽ മമതാ ബാനർജി അവരുടെ വാദം അവസാനിപ്പിച്ചത്. കോടതിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിട്ടുണ്ട് കോടതി. തിങ്കളാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 4 പതിറ്റാണ്ടിന് ശേഷമാണ് മമതാ ബാനർജി കോടതിയിൽ വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി ഒരു അഭിഭാഷകയാണ്. 4.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും കോടതിയിലേക്ക് എത്തുന്നത് എന്നതാണ് വസ്തുത. അരനൂറ്റാണ്ട് മുൻപ് കൊൽക്കത്ത സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജോഗേഷ് ചന്ദ്ര ചൌധരി ലോ കോളേജിൽ നിന്നാണ് മമതാ ബാനർജി നിയമബിരുദം നേടിയത്. നിയമബിരുദം നേടിയ ശേഷം കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകയായി മമതാ ബാനർജി എൻറോൾ ചെയ്തിരുന്നു. പിന്നീട് അവിടെ നിന്നാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് മമതാ ബാനർജി ഇറങ്ങിയത്. അപ്പോൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയതിനു ശേഷമാണ് ഈ അഭിഭാഷക ജോലി മമതാ ബാനർജി അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സ്വയം വാദിക്കാനായി മമതാ ബാനർജി എത്തിയത്. കൊൽക്കത്തയിലെ ജോഗമായ ദേവി കോളേജിൽ നിന്നാണ് ഹിസ്റ്ററിയിൽ ബിരുദം നേടിയത് മമതാ ബാനർജി. കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദം നേടി. അങ്ങനെയുള്ള പിന്നീട് ശ്രീ ശിക്ഷായതൻ കോളേജിൽ നിന്ന് B.Ed എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഇപ്പോൾ 4.5 പതിറ്റാണ്ടിന് ശേഷം മമതാ ബാനർജി വാദിക്കാനെത്തി. അത് അഭിഭാഷകയുടെ വേഷമണിഞ്ഞ് ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്
താൻ വാദിക്കുന്നത് എന്നതാണ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇന്ന് കോടതിയോട് പറഞ്ഞത്. 1970 സ്ഥാപിതമായ കൊൽക്കത്തയിലെ കോളേജിൽ നിന്ന് ലോ പഠനം പൂർത്തിയാക്കിയ മമതാ ബാനർജി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തന്റെ അഭിഭാഷക വൃത്തിയിലെ പരിചയം വളരെ വൃത്തിയോടെയും ഭംഗിയോടെയും ഇന്ന് സുപ്രീം കോടതിയിൽ മുമ്പിൽ തങ്ങളുടെ കാര്യങ്ങൾ വാദിക്കാൻ വേണ്ടി അവതരിപ്പിക്കുകയായിരുന്നു, പ്രയോജനപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. അങ്ങനെ സ്വന്തം കേസ് വാദിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് മമതാ ബാനർജി. SIR-ൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കോടതിയെ അറിയിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് വാദിക്കാൻ എത്തിയതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് നമ്മൾ കാണണം. രാജ്യത്ത് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നേർക്കുനേർ പോരാട്ടം കാഴ്ചവെക്കുന്ന ഏറ്റവും ശക്തിയായ മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. വലിയ മൈലേജ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബംഗാളിൽ ഇക്കാര്യത്തിൽ മമതാ ബാനർജിക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ BJP പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇത്തവണ ബംഗാളിൽ നിർണായക ശക്തിയാകാൻ, നിർണായകമായ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരവെയാണ് മമതാ ബാനർജി കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ആ പോരാട്ടം, കേന്ദ്ര സർക്കാരുമായുള്ള പോരാട്ടം ഘടിപ്പിക്കുന്നത് ഏറ്റവും ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ പോരാട്ടം നയിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് മമതാ ബാനർജി. ഇന്നും ആ പോരാട്ട വീര്യമാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.